സന്ദീപ് വാര്യർ ഇവിടെ ക്ലാരിറ്റിയോടുകൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയപരമായ ക്ലാരിറ്റിയോടുകൂടിയാണ് ശംഖു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ ഒരാൾ ആ അന്നത്തെ തന്റെ കെടുതികൾക്ക് റിവഞ്ച് നടപ്പാക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ സെൻട്രൽ തീമായി വന്നു. അത് ഞങ്ങളെ അലോസരപ്പെടുത്തി. രണ്ടാമത്തേത്, ഇങ്ങനെ ഇത്തരം വേട്ടകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ആളുകൾ ഭീകരവാദത്തിന് ജോയിൻ ചെയ്യുന്നത് എന്ന നറേറ്റീവ് വന്നു. മൂന്നാമത്തേത്, ഈ സ്റ്റേറ്റിന്റെ വിവിധ അപ്പാരറ്റസുകളെ, ഏജൻസികളെ, NIA അടക്കമുള്ള ഏജൻസികളെ, ഭരണകൂട സംവിധാനങ്ങളെ ഒക്കെ ഭരണകൂടത്തിന്റെ ഒരു ടൂളാക്കി കാണിച്ചു. ഈ മൂന്ന് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ആ വിയോജിപ്പാണ് പറയുന്നത് എന്നാണ് അവരുടെ പോയിന്റ്. നോക്കൂ, വിയോജിപ്പുകളെ ഇപ്പോൾ ഒരു സിനിമയുടെ കണ്ടന്റ് സംബന്ധിച്ചിട്ടുള്ള എതിരഭിപ്രായമുണ്ടെങ്കിൽ അതിനെ അക്കാഡമിക് തലത്തിൽ അതിനെ വിമർശിക്കുന്നതിനോടോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്ന് റിവ്യൂ എഴുതുന്നതിനോടോ അതിൻ്റെ ലോജിക്കില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനോടോ ഒന്നും ആരും വിരോധപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ സ്വാതന്ത്ര്യം BJP-ക്കാർക്കും ഉണ്ട്, മറ്റെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രിയപ്പെട്ട ശംഖു പറഞ്ഞ കാര്യം എന്താ? ശംഖു പറഞ്ഞ കാര്യം, ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തിയേറ്റർ കത്തിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ഇതിൻ്റെ നിർമ്മാതാക്കളെ എക്കണോമിക് ഒഫൻസിൽ പെടുത്തി ജയിലിലാക്കും എന്ന രീതിയിലുള്ള ഭീഷണി ഉണ്ടായി. ആ ഭീഷണിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരായിട്ടുള്ള ഒരു എക്കണോമിക് ഒഫൻസ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാടൽ ഉണ്ടാകുമെന്ന ഭയം തന്നെയാണ് ഈ സിനിമയുടെ ഇന്നത്തെ ഗതികേടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പണ്ടത്തെ പോലെ തിയേറ്റർ കത്തിക്കണമെന്നില്ല. BJP-ക്ക് ഏതെങ്കിലും സിനിമ നിയന്ത്രിക്കണമെങ്കിൽ, BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ തിയേറ്റർ കത്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗുണ്ടകളെ വിടേണ്ട ആവശ്യമില്ല. അവർക്ക് വളരെ നിസ്സാരമായി ഇതിൻ്റെ നിർമ്മാതാക്കളെ ഭീഷണിപ്പെടുത്താൻ കഴിയും. നിർമ്മാതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അവർ കണ്ടിട്ടുണ്ട്. സ്വാഭാവികം മാത്രമാണ്. ആ ഭീഷണിയുടെ ഭാഗമായിട്ട് അവർ ഭയന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ സിനിമയിൽ കേന്ദ്ര ഏജൻസികളെ ബാഡ് ലൈറ്റിൽ കാണിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, കേരള പോലീസിനെ ബാഡ് ലൈറ്റിൽ കാണിക്കുന്ന എത്രയോ സിനിമകൾ ഉണ്ടായിട്ടില്ലേ? പോലീസിനെ യൂണിഫോമിലിട്ട് മോഹൻലാൽ എത്രയോ സിനിമകളിൽ തല്ലിയിട്ടില്ലേ? രാവണപ്രഭുവിലൊക്കെ കണ്ടിട്ടില്ലേ? യൂണിഫോമിൽ അടിക്കുന്നത് മോശമാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഇനി ഞാൻ കേസ് എടുക്കൂല എന്ന് പറയുന്നുണ്ട്. നാഷണൽ ഹൈവേയിലിട്ട് അടിക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര സിനിമയിലുണ്ടായിരിക്കുന്നു? പോലീസിനെ തല്ലുന്ന രംഗങ്ങൾ കണ്ടിട്ട് നമ്മൾ എത്രയോ കൈയടിച്ചിട്ടില്ലേ? ദളപതി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എത്ര സിനിമകൾ ഉണ്ടായിരിക്കുന്നു? അതുകൊണ്ട് ഏജൻസികളെ മോശമാക്കി കാണിച്ചു എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കാറില്ലേ? ആ തെറ്റുകൾ സിനിമയിൽ വരാറില്ലേ? പല ആളുകൾക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സിനിമയിൽ വരുന്നതുകൊണ്ട് എന്താ കുഴപ്പമുള്ളത്? അങ്ങനെ ഏജൻസികളെ കുറിച്ച് മോശമായി കഴിഞ്ഞാൽ അത് ഉടനെ രാജ്യത്തെ മോശമാക്കി കാണിക്കുന്നതാണോ? അല്ലല്ലോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ സ്വാഭാവികമായിട്ടും അതെല്ലാം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഏജൻസികളെ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ, ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചിട്ട് പറഞ്ഞു നോക്കൂ, എത്രയോ സിനിമകൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം മോഹൻലാലിൻ്റെ തന്നെ നിരവധി സിനിമകളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ മോശമാക്കി കാണിക്കുന്ന രംഗങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ സിനിമയുടെ പേരെടുത്ത് പറയുന്നില്ല. ഇനി ഈ ഹിന്ദു വിഭാഗത്തെ മുഴുവൻ ആക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വല്യേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ കണ്ടന്റ് എന്താ? ധ്രുവം എന്നൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ കണ്ടന്റ് എന്താ? ഇതൊക്കെ വാസ്തവത്തിൽ ഏത് സമുദായത്തെ പൈശാചികവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ വില്ലൻ വൽക്കരിക്കുന്നതാണ്? അതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കൈയടിച്ച സിനിമ കാണല്ലേ ചെയ്തിട്ടുള്ളൂ. ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലല്ലോ, ഒരു തിയേറ്ററും ആരും കത്തിച്ചിട്ടില്ലല്ലോ. ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? ഞാൻ 2 ഉദാഹരണങ്ങളാണ് പറയുന്നത്. ആ വല്യേട്ടലും ധ്രുവവും അടക്കം നിരവധി സിനിമകൾ, മോഹൻലാലിന്റെ സിനിമകളും മമ്മൂട്ടിയുടെ സിനിമകളിലും ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വില്ലന്മാരാക്കി കാണിച്ചിട്ടുണ്ട്. അതിനെതിരെ ആരും ഇവിടെ പടവാളെടുക്കുകയോ തിയേറ്റർ കത്തിക്കാനോ ഒന്നും പോയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഈ രീതിയിൽ ഒരുപക്ഷെ അവരാരോപിക്കുന്നത് പോലെ ഇനി ഗുജറാത്ത് കലാപമാണെന്ന് വെക്കുക. ഗുജറാത്ത് കലാപം ആയിക്കോട്ടെ, അതിന്റെ ഭാഗമായിട്ട് ഇരയാക്കപ്പെട്ട ഒരു 13 വയസ്സുള്ള ഒരു ബാലൻ അവന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ട ഒരു ദൃശ്യം മാത്രമാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. തന്റെ കുടുംബത്തെ ബജ്രംഗി എന്ന് പറയുന്ന ഒരു വില്ലൻ വന്ന് ഇല്ലാതാക്കി. അദ്ദേഹത്തിന്റെ പ്രതികാരം ആ വില്ലനോട് മാത്രമാണ്. അദ്ദേഹം രാജ്യത്ത് എവിടെയും പോയി കലാപം നടത്തിയിട്ടൊന്നുമില്ല. മറിച്ച് രാജ്യത്തിലേക്ക് വരുന്ന യുവാക്കളെ നശിപ്പിക്കുന്ന ഈ ഡ്രഗ് സെയിലിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അതിലും എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. ആ സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ലോജിക്കില്ലാത്ത പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഒരു സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അതിന്റെ വിയോജിപ്പുണ്ട്. അത് അക്കാഡമിക്കലായിട്ടുള്ള വിയോജിപ്പുകളാണ്. പക്ഷേ ഇതൊരു കമേഴ്സ്യൽ സിനിമയായതുകൊണ്ട് അത്തരം ലോജിക്കുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. കാരണം ഇപ്പോഴത്തെ
സിനിമയുടെ പുതിയ ഒരു നറേഷൻ രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ തമിഴ് സിനിമയാണെങ്കിലും തെലുങ്ക് സിനിമയാണെങ്കിലും നൂറുകണക്കിന് ആളുകളെ ഇടിച്ചിടുക, വെടിവെച്ച് കൊല്ലുക, വെട്ടിക്കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ ഒരു കേസും ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ എത്ര മനുഷ്യരെയാണ് വെട്ടിക്കൊല്ലുന്നത്? പക്ഷെ ഒരു അറസ്റ്റ് ഇല്ല, റിമാൻഡ് ഇല്ല, ജയിലില്ല, അന്വേഷണം ഇല്ല. അങ്ങനെയൊന്നും സമൂഹത്തിൽ സംഭവിക്കില്ലല്ലോ. അപ്പൊ ലോജിക് ഇല്ലാത്ത ഒരു പക്കാ കൊമേഴ്സ്യൽ മൂവിയാണ് ഇത്. ഒരിക്കലും ഒരു ഡോക്യുമെന്ററി അല്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി ഇല്ലാത്ത ആളുകൾ ഇതിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നതാണ് ശരി. ശരി, ഓക്കെ.